ഹായ് ഹലോ ഗായ്സ്. അപ്പം നമ്മളിതേ മണാലിലെ നല്ല അടിപൊളി ഒരു മോർണിംഗ് ആണ്, നല്ല സൂപ്പർ എനർജറ്റിക് മോർണിംഗ് ആണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മുടെ മണാലി ട്രിപ്പിന്റെ ഫൈനൽ ഡേ ആണ് ഗായ്സ്, അതായത് തേർഡ് ഡേ. നമ്മൾ മണാലി വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വ്ളോഗ്സ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാ. മാമിക്കുട്ടിക്ക് ചോക്കോസ് മതിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്? നാളെ ഒരുമിച്ച് കഴിക്കൂല. കോൺഫ്ലേഷും ചോക്കോസും ബാലും ഇഷ്ടമാണ്. നല്ല തണുപ്പുണ്ടല്ലേ? തണുപ്പ് കേട്ടോ. ഏട്ടൻ എത്ര ജോഡി ഡ്രസ്സ് കൊണ്ടുവന്ന്? ആ, 3-4 ജോഡി കൊണ്ടുവന്നു. പക്ഷെ ഇതുവരെ എത്ര എണ്ണം മാറി? ഒരെണ്ണം. സോ ഗൈസ്, നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നൈറ്റ് ബസ്സിന്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തുള്ളൂ. സോ ഡേ ടൈമിൽ എന്തായാലും നമുക്ക് റൂമിന്റെ ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. വെറുതെ നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈവനിങ് വരെ ലഗേജ് താഴെ സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. വാമി റൂമിന്റെ ബൈ പറയുന്നില്ലേ? അങ്ങനെ നമ്മൾ ഇന്ന് ഈ റൂമിനോട് ബൈ പറയാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ മണാലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, റൂമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ഒരു ഹോട്ടൽ സജസ്റ്റ് ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല സർവീസ് പ്ലസ് ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ള ഒരു അടിപൊളി കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗായ്സ്, അങ്ങനെ നമ്മളതേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് വ്ലോഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോക്സറിലേക്കാണെന്ന്. ഗൈസ് ഇത് കണ്ടോ, ഇവിടുത്തെ ഈ റോസ് കണ്ടോ, ഭയങ്കര വലുപ്പമാണ് ഗൈസ് ഇവിടുത്തെ റോസിന്. നിങ്ങൾക്കിത് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല വലുപ്പമാണ് കേട്ടോ. ഇതിന്റെ ആ ഒരു മൊട്ട് തന്നെ നിൽക്കുന്നതാണുമ്പോൾ ചെറിയ ബോൾ പോലെ ഫീൽ ചെയ്യും കണ്ടോ. ഭയങ്കര വലുതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചാൽ തന്നെ ഒരു കൈ നിറയും ഈ റോസാപ്പൂ. അത്ര വലുതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ റോസിന്റെ ഏതെല്ലാം എന്ത് ലോലമാണ് അല്ലെ, ഭയങ്കര സോഫ്റ്റ് അല്ലേ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും കൊഴിഞ്ഞു പോകത്തില്ല. നല്ല ബലമാണ് അതിന് കാണാനായിട്ട് തന്നെ. അതുപോലെ റോസ് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ വെറൈറ്റി പൂക്കളുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലതൊക്കെ കിളിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് മാച്ച് ആവുന്ന തരത്തിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ചില സമയത്ത് കമ്പൊക്കെ ഓടിച്ചോണ്ട് പോയാലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഏകദേശം 1 മാസം എടുക്കും നമ്മൾ ഈ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അപ്പത്തേക്കും കമ്പൊക്കെ കരിഞ്ഞ് നല്ല സൈസ് ആവും. അതുകൊണ്ട് അതിന്റെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല. സോ നമ്മൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നേരെ വന്നത് ഈ സ്നോ ഡ്രസ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് വാമിക്കുട്ടിക്കും എനിക്കും നമ്മൾ സ്നോ ഡ്രസ് എടുത്തിട്ടുണ്ട്. ഏട്ടന് സ്നോ ഡ്രസ് വേണ്ട, ഓൾറെഡി ഉള്ള വിന്റർ ക്ലോത്ത് വെച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനെ എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് കേട്ടോ എന്റെ സ്നോ ഡ്രസ്, ബ്ലൂ കളറിൽ. വാമിക്കുട്ടിക്ക് നമ്മൾ ബ്ലാക്ക് കളർ ഒരെണ്ണമാണ് എടുത്തത്. അതുപോലെ തന്നെ നമുക്കിവിടെ വാട്ടർ പ്രൂഫ് ഷൂസും കിട്ടും. പക്ഷെ വാമിക്കുട്ടിക്ക് കിട്ടിയില്ല കേട്ടോ. വാമിക്കുട്ടി അളവിനുള്ള ഷൂസ് അവിടെ ഇല്ലായിരുന്നു. സോ ഏട്ടനും എനിക്കുള്ള വാട്ടർ പ്രൂഫ് ഷൂസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ വളരെ ചീപ്പായിട്ടുള്ള റെന്റിന് കിട്ടും കേട്ടോ. മാക്സിമം സ്നോ ഉള്ള ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണില്ലേ, ഈ നായികമാരൊക്കെ സാരി ഒക്കെ കൊടുത്തിട്ട് പോയിട്ട് സ്നോയുടെ ഇടയ്ക്കൊക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ചിന്തിച്ചു നോക്കാൻ പോലും പറ്റില്ല കേട്ടോ.
ഗൈസ് നമ്മൾ കോക്സറിലേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. വാമിക്കുട്ടി ഇത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ മണാലി ട്രിപ്പിന്റെ ഫസ്റ്റ് വ്ലോഗ് കണ്ട ആൾക്കാർക്കറിയാം, നമ്മൾ കോക്സറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ചെക്ക് പോസ്റ്റിന്റെ അടുത്തുനിന്ന് തിരിച്ചു പോവായിരുന്നു. വാമിക്കുട്ടിക്ക് തണുപ്പ് സിക്കാൻ പറ്റാണ്ട്. നിങ്ങൾ കണ്ടു കാണും, ആള് തറയെ പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു ഫുൾ ടൈം. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓണായിട്ട് നിൽപ്പുണ്ട്. ആ ഒരു സ്നോ ഡ്രസ്സിന്റെ ഒരു പവറാണ് കേട്ടോ ഇത് ആദ്യത്തെ ദിവസം തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. മാമിക്കുട്ടിന്റെ വായി പോകുന്നു. ഐസിന് പോയവാ നാളെ. വേണോ? ചൂട് തക്ക ഗൈസ്, ഈ തണുപ്പത്ത് ഈ ചൂട് കോഫി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല ഗൈസ്. ഞാനങ്ങനെ റെഗുലർ ആയിട്ട് കോഫി ഒന്നും കുടിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നിറങ്ങിയ തൊട്ട് ഞാൻ ഒരു രക്ഷയില്ലാത്ത കോഫി കൂടിയാണ്. രാവിലെ ഒന്നുമില്ല, ഉച്ചയൊന്നുമില്ല, വൈകുന്നേരം ഒന്നുമില്ല. എവിടെയെങ്കിലും ഷോപ്പിൽ പോയിട്ട് ആദ്യം എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ചോദിക്കുക ചൂട് കോഫി കിട്ടുമോ എന്നാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും കോക്സറിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഏകദേശം വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് കോക്സറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ വ്യൂസിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, എന്റെ ലോങ് വീഡിയോസ് ഞാൻ ഇത്ര ഷോർട്ട് ആക്കി ഇടുന്നുണ്ട്. എന്റെ വ്ലോഗ്സ് സ്ഥിരം കാണുന്ന കുറെ പേര് എന്നോട് പറഞ്ഞിരുന്നു ഇത്ര ഷോർട്ട് ആക്കലേ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന്. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയപരിധി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് ആക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ ഇത്ര ഷോർട്ട് ആക്കി ബുദ്ധിമുട്ടിച്ചിട്ടും കുറച്ച് പേരെങ്കിലും എന്റെ വ്ലോഗ്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും തുറന്ന് വീഡിയോസ് ഒക്കെ കാണുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പൊ നമുക്ക് കോക്സറിലെ നല്ല അടിപൊളി സ്നോ വ്യൂവും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള വാമക്കുട്ടിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വ്ലോഗിൽ അറിയാം. അപ്പൊ ബൈ.